നമസ്കാരം, എല്ലാവർക്കും സോഷ്യോ ക്ലാരുവിൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ BA ഇക്കണോമിക്സിൻ്റെ കോംപ്ലിമെൻ്ററി പേപ്പറായ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ സെമസ്റ്റർ 3-ലെ ടോപ്പിക്കുകളാണ്. അതിനകത്ത് ആദ്യത്തെ മൊഡ്യൂളിനകത്ത് പറയുന്നത് ദ അഡ്വെന്റ് ഓഫ് ഗാന്ധി ഇൻ ദ പൊളിറ്റിക്കൽ സീൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ആദ്യമായി കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, സപ്പോർട്ട് നൽകുക. കേരള യൂണിവേഴ്സിറ്റിയുടെ BA ഇക്കണോമിക്സിൻ്റെ കോംപ്ലിമെൻ്ററി പേപ്പറായ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യയുടെ ഒന്നാമത്തെ മൊഡ്യൂൾ ദ അഡ്വെന്റ് ഓഫ് മഹാത്മാഗാന്ധി ഇൻ ദ പൊളിറ്റിക്കൽ സീൻ ഓഫ് ഇന്ത്യ. ഈ ഒരു യൂണിറ്റിനകത്ത് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളും ചെറിയ സമരങ്ങളും വലിയ സമരങ്ങളും വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. 1915 ഇന്ത്യയിലേക്ക് എത്തുന്ന മഹാത്മാഗാന്ധി 1947-48 കാലഘട്ടം വരെയുള്ള ചരിത്രത്തെ നമുക്ക് ഈ ഒരു യൂണിറ്റിലൂടെ വിശദമായി പരിചയപ്പെടാൻ സാധിക്കും. അതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് 3 ഫേസുകളുണ്ട്. ഒന്ന് 1885-ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആരംഭം മുതൽ 1905-ലെ ബംഗാൾ വിഭജനം വരെയുള്ള ഒന്നാമത്തെ കാലഘട്ടം. ഈ കാലഘട്ടത്തെ നമ്മൾ വിളിക്കപ്പെടുന്നത് ദ പീരീഡ് ഓഫ് മോഡറേറ്റ് അഥവാ മിതവാദി കാലഘട്ടം എന്നാണ്. ഈ മിതവാദി കാലഘട്ടത്തിൽ ഗോപാലകൃഷ്ണ ഗോഖലെ, മുഹമ്മദ് അലി ജിന്ന എന്നിവരെല്ലാം മിതവാദി നേതാക്കന്മാരാണ്. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ, അതോടൊപ്പം തന്നെ ഗുജറാത്തിലെ അഭിഭാഷകനായിരുന്ന മുഹമ്മദ് അലി ജിന്ന എന്നിവരെല്ലാവരും തന്നെ മിതവാദി നേതാക്കന്മാരാണ്. മിതവും അതോടൊപ്പം തന്നെ നിയമാനുസൃതവുമായ രീതികളിലൂടെ ബ്രിട്ടീഷുകാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനാണ് ഇവർ പ്രാമുഖ്യം നൽകിയത്. ബ്രിട്ടീഷുകാരുടെ സന്മനസ്സിലും നീതിബോധത്തിലും അടിയുറച്ച് വിശ്വസിച്ചിരുന്നവരായിരുന്നു ഈ ഒന്നാം ഘട്ടത്തിലുണ്ടായിരുന്നവർ. എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു 1905 മുതൽ 1917 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടം ദ പീരീഡ് ഓഫ് മോഡറേറ്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഒരു മാറ്റത്തിന്റെ യുഗമായിരുന്നു ഇത്. ഈ കാലഘട്ടത്തെയാണ് നമ്മൾ ദ പീരീഡ് ഓഫ് എക്സ്ട്രീമിസം അഥവാ തീവ്രവാദ കാലഘട്ടം എന്ന് പറയുന്നത്. ബാലഗംഗാധര തിലകനെയും ബിപിൻ ചന്ദ്രപാലിനെയും ലാലാ ലജ്പത് റായിയെയും പോലെയുള്ളവർ, ലാൽ പാൽ ബാൽ എന്ന് ഇന്ത്യൻ ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ മൂവർ സംഘം, ഇവരെല്ലാം ബ്രിട്ടീഷുകാരുടെ നീതിബോധത്തിലും സന്മനസ്സിലും അടിയുറച്ച് വിശ്വസിക്കാതെ അപ്പോൾ തന്നെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പോരാടിയവർ, ചുട്ടയായ മറുപടി കൊടുത്തവർ. ബ്രിട്ടീഷുകാർ എന്തു കൊണ്ടുവന്നാലും അത് ബ്രിട്ടന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്, അല്ലാതെ ഇന്ത്യക്കാരുടെ പുരോഗതിക്ക് വേണ്ടി അല്ല എന്ന് കടുത്ത വിമർശനങ്ങൾ ഉയർത്തിയിരുന്നവർ. ബ്രിട്ടീഷുകാർക്ക് ഒരു കർണത്തടിച്ചാൽ മറുകർണം കാണിച്ചു കൊടുക്കുന്നതിന് പകരം അപ്പോൾ തന്നെ ചിട്ടയായ രീതിയിൽ തന്നെ മറുപടി നൽകാൻ ശ്രമിച്ചവർ. അങ്ങനെയുണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു ഈ രണ്ടാമത്തെ ഫേസിലുണ്ടായിരുന്നവർ. ഈ രണ്ടാമത്തെ ഫേസിലുണ്ടായിരുന്ന തീവ്രവാദികൾ ബ്രിട്ടീഷുകാർക്ക് വളരെയധികം തലവേദന സൃഷ്ടിച്ചവരാണ്. വേറൊന്നും കൊണ്ടല്ല, ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്ന നിയമങ്ങളെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്ന നടപടികളെ അവർ അപ്പോൾ തന്നെ വിമർശിച്ചു. ഒരിക്കലും ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകില്ല എന്നും അത് നമ്മൾ തന്നെ തിരികെ വാങ്ങണമെന്നും ഉറച്ചു വിശ്വസിച്ചിരുന്ന ലാൽ പാൽ ബാൽ കൂട്ടുകെട്ടും സംഭവ വികാസങ്ങളുമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ നടത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാർക്ക് വളരെയധികം തലവേദന സൃഷ്ടിച്ചവരായിരുന്നു ഈ ഫേസിൽ ഉണ്ടായിരുന്നവർ. എന്നാൽ 1917 മുതൽ 1947-48 കാലഘട്ടം വരെ ഉണ്ടായിരുന്ന ആ ഒരു നീണ്ട കാലഘട്ടം നമുക്ക് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്നതും നമ്മുടെ പഠനത്തിൽ നമുക്ക് ഉപകരിക്കപ്പെടുന്നതുമായ ഗാന്ധിജിയുടെ കാലഘട്ടമാണ്. ദ പവർഫുൾ പീപ്പിൾ കമ്മിങ് ഫ്രം പവർഫുൾ ഏരിയാസ് എന്ന് പറയുന്ന പോലെ മഹാത്മാഗാന്ധിയുടെ കടന്നുവരവ് നമുക്ക് കാണാൻ സാധിക്കും. ആ 1917 മുതൽ 47 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഗാന്ധിജിയുടെ ഒരു തേരോട്ടം തന്നെ നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാണാം. ആ കാലഘട്ടത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ 3 ഫേസുകളുണ്ട്. ഒന്ന് 1885 മുതൽ 1905 വരെയുള്ള ഒന്നാമത്തെ ഫേസ് മിതവാദി കാലഘട്ടം, 1905 മുതൽ 1917 വരെയുള്ള തീവ്രവാദ കാലഘട്ടം അഥവാ പീരീഡ് ഓഫ് എക്സ്ട്രീമിസം, 1917 to 1947-48 the period of Mahatma Gandhi or advent of Mahatma Gandhi or Gandhian യുഗം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം.
ആ ഗാന്ധിജിയുടെ ചരിത്രത്തിലെ 3 ചെറിയ സമരങ്ങളെക്കുറിച്ചും 3 മേജർ സ്ട്രഗിൾ, 3 വലിയ സമരങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ദേശീയതയുടെ ചരിത്രത്തിൽ പറയുമ്പോൾ എല്ലാവർക്കും ഒരു വിപ്ലവ നായകനെ കുറിച്ച് പറയാറുണ്ട്. ഇറ്റലിയുടെ ചരിത്രം പറയുമ്പോൾ അവിടെ ഗാരിബാൾഡിയെ കുറിച്ചും, വിയറ്റ്നാമിൽ ഹോച്ചിമിനെ കുറിച്ചും, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ ജോർജ് വാഷിംഗ്ടണിനെ പോലെയും ഇന്ത്യയുടെ ചരിത്രത്തിൽ നമുക്ക് ഉറ്റുനോക്കാവുന്നത് ഗാന്ധിജിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗാന്ധിജിയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പിതാവായി നമ്മൾ പറയുന്നത്. 1915 മുതൽ 1948 വരെയുള്ള ആ കാലഘട്ടത്തിൽ ഗാന്ധിജി നടത്തിയ വിപ്ലവകരമായ മാറ്റങ്ങളും ആ ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടി പ്രയത്നിച്ച ചരിത്രങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇംഗ്ലണ്ടിൽ നിന്ന് നിയമബിരുദം നേടിയതിനു ശേഷം ഗാന്ധിജി പോർബന്തറിലും ബോംബെയിലും അഭിഭാഷക വൃത്തിയായി ജോലി നോക്കി. അതിനുശേഷം ഗുജറാത്തിലെ ഒരു പ്രമുഖനായ ബിസിനസ്സുകാരന്റെ നിയമോപദേഷ്ടാവായി അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. ആ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് അദ്ദേഹം അവിടെ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾ കൊണ്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന വർണ്ണവെറിയൻ ഭരണകൂടത്തിനെതിരെ ശക്തമായി പോരാടി. അങ്ങനെ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ അനിഷേധ്യ നേതാവായി അദ്ദേഹം മാറുകയുണ്ടായി. മഹാത്മാഗാന്ധിയെ രൂപപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയിലെ ജീവിതമാണ് എന്നാണ് പ്രമുഖരായ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമര ആയുധത്തിന് തുടക്കം കുറിക്കപ്പെട്ടത് 1915 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നു. ആ തിരിച്ചെത്തിയ ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തേക്ക് നേരിട്ട് കടക്കുകയായിരുന്നില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ആദ്യം ഇന്ത്യ മുഴുവൻ ഒന്ന് ചുറ്റി സഞ്ചരിച്ചു. ഇന്ത്യയിലെ ജനങ്ങളെ നേരിട്ടറിയുന്നതിനും ഇന്ത്യൻ ജനതയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്തത്. അങ്ങനെ അദ്ദേഹം 1915 ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നു. ആ തിരിച്ചെത്തുന്ന ഗാന്ധിജി ഇന്ത്യ മുഴുവനും ഒന്ന് ചുറ്റി സഞ്ചരിച്ച് ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കുന്നു. അതിനുശേഷം അദ്ദേഹം സബർമതി ഒരു ആശ്രമം പണിയുന്നു. അദ്ദേഹം ഒരു പൊതുവേദിയിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് 1916 അങ്ങനെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് നേടിയ തന്റെ ആ നേതൃത്വ പാഠവും കൊണ്ട് അവിടെ നടത്തിയ സമരങ്ങളിൽ നിന്ന് അദ്ദേഹം പ്രചോദനായി അദ്ദേഹം ഇന്ത്യൻ ചരിത്രത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ 15 ഇന്ത്യയിലേക്ക് എത്തുന്ന ഗാന്ധിജി ആദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങി വരുന്നില്ല. ഇന്ത്യ മുഴുവനും ഒന്ന് സഞ്ചരിച്ചു. ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടറിയുന്നതിന് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു യാത്ര. ആ യാത്രയിൽ അദ്ദേഹം ഇന്ത്യൻ ജനങ്ങളുമായി സംവദിച്ചു. ഇന്ത്യൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി. അതിനുശേഷം സത്യത്തിലും അഹിംസയിലും അടിയുറച്ചു വിശ്വസിച്ചിരുന്ന ഗാന്ധിജി സബർമതിയിൽ ഒരു ആശ്രമം പണിതു. അദ്ദേഹം ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് 1916 അങ്ങനെ 1916 അന്ത്യത്തോടുകൂടി ഗാന്ധിജിയുടെ ആശയങ്ങൾ ഇന്ത്യയിൽ ആകമാനം വ്യാപിപ്പിച്ചു തുടങ്ങിയിരുന്നു. അക്കൊല്ലം കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം ലക്നൌവിൽ വെച്ച് നടന്നപ്പോൾ ആ സമ്മേളന വേദിയിൽ വെച്ച് രാജ്കുമാർ ശുക്ല എന്ന പേരുള്ള ഒരു കർഷകൻ ഗാന്ധിജിയെ സമീപിക്കുകയും ചമ്പാരനിലെ നീലം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ഗാന്ധിജിയെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു. വ്യക്തികൾ ചരിത്രം സൃഷ്ടിക്കുന്നു, അതേപോലെ ചരിത്രം ചില വ്യക്തികളെയും. അങ്ങനെ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ചരിത്രം അവിടെ ആരംഭിക്കപ്പെട്ടു. ഗാന്ധിജി നടത്തിയ ആദ്യകാല 3 ചെറിയ സമരങ്ങളും ഗാന്ധിജിയുടെ 3 ബഹുജന സമരങ്ങളുമാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഗാന്ധിജിയുടെ ആദ്യകാല 3 സമരങ്ങളാണ്: 1 ചമ്പാരനിലെ നീലം കർഷകരുടെ ചമ്പാരൻ സത്യാഗ്രഹ, 2 അഹമ്മദാബാദിലെ കോട്ടൺ മിൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ തൊഴിൽ സമരം, 3 ഖേദ സത്യാഗ്രഹ അല്ലെങ്കിൽ ഖേദ സത്യാഗ്രഹ എന്ന് പറയുന്ന 3 ചെറിയ സമരങ്ങളും, അതോടൊപ്പം തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അഥവാ നിസ്സഹകരണ സമരം, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് അഥവാ സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അഥവാ ഇന്ത്യ വിടുക എന്ന 3 വലിയ സമരങ്ങളുമാണ് ഗാന്ധിജി 1917 1947 ഇടയിൽ നടക്കുന്ന സമരങ്ങൾ. ഗാന്ധിജിയുടെ ആദ്യകാല 3 സമരങ്ങളും ആദ്യകാല വലിയ സമരങ്ങളും എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. കാരണം ഗാന്ധിജിയുടെ ആദ്യ 3 ചെറിയ സമരങ്ങളിൽ നിന്നും ഗാന്ധിജി നേടുന്ന നേതൃത്വവും വിജയവുമാണ് ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കിടെ മുൻനിരയിലേക്ക് വരാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത്. അങ്ങനെ ഗാന്ധിജിയുടെ ആദ്യകാല സമരം എന്ന് പറയുന്നത് ചമ്പാരനിലെ നീലം കർഷകരുടെ
പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഗാന്ധിജി പൊളിറ്റിക്കൽ സെനോറിയിലേക്ക് ഇറങ്ങി വരുന്നത്. 1917 ബംഗാളിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് രാജ്കുമാർ ശുക്ലയുടെ ആവശ്യപ്രകാരം നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഗാന്ധിജി ഇടപെടുന്നു. ബംഗാളിലെ നീലം കർഷകർ നേരിട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ ഭൂമിയുടെ ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള ഫലഭൂഷ്ഠിയുള്ള പ്രദേശത്ത് അവരെന്ത് ചെയ്യുക, നീലം കൃഷി ചെയ്യണമായിരുന്നു. ആ നീലം കൃഷി ചെയ്യുകയും അതോടൊപ്പം തന്നെ ആ നീലം ബ്രിട്ടീഷുകാർക്ക് കുറഞ്ഞ നിലയ്ക്ക് വിൽക്കുകയും ചെയ്യണമായിരുന്നു. ഇത് അവിടുത്തെ കർഷകർക്ക് നീലം കർഷകർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു. അപ്പോഴാണ് തങ്ങളുടെ ഭൂമിയിൽ ഇഷ്ടമുള്ള വിളകൾ കൃഷി ചെയ്യുന്നതിനും മറ്റുള്ള അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി അവിടുത്തെ നീലം കർഷകർ സമരം നടത്തിയത്. ഈ പ്രശ്നത്തിലാണ് ഗാന്ധിജി ആദ്യം ഇടപെടുന്നത്. ഗാന്ധിജി ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ ഗാന്ധിജിയോട് ആദ്യം ജില്ല വിട്ടുപോകാൻ അധികാരികൾ ആഹ്വാനം ചെയ്തു. എന്നാൽ ഗാന്ധിജി അത് കൂട്ടാക്കാതെ ആ പ്രശ്നത്തിൽ വളരെ സുധൈര്യം ഇടപെട്ടു. തന്റെ സത്യവും അഹിംസയും സത്യാഗ്രഹവും എല്ലാം ഗാന്ധിജി ഈ സമരത്തിൽ വിനിയോഗിച്ചു. അങ്ങനെ ഗാന്ധിജിയുടെ ഈ സമരത്തിന് മുമ്പിൽ അധികാരികൾക്ക് മുട്ടുമടക്കേണ്ടി വന്നു. ആ പ്രശ്നത്തിനെ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഒരു കമ്മീഷനെ നിയോഗിക്കാൻ നിർബന്ധിതരായി. കമ്മീഷൻ ഈ പ്രശ്നത്തിൽ കർഷകരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ചമ്പാരനിലെ കർഷകർക്ക് വേണ്ട ഇളവ് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ സമരം ഗാന്ധിജിയുടെ വിജയമായിരുന്നു. എന്നാൽ തൊട്ടടുത്ത വർഷം 1918 ഗാന്ധിജിക്ക് തന്റെ ജന്മദേശമായ ഗുജറാത്തിൽ തന്നെ 2 സമരങ്ങൾക്ക് നേതൃത്വം വെച്ചു. ഒന്ന് അഹമ്മദാബാദിലെ കോട്ടൺ മിൽ സ്ട്രൈക്ക്, 2 ഖേദ സത്യാഗ്രഹ. അഹമ്മദാബാദിലെ കോട്ടൺ മിൽ സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ ആ സമയത്ത് പടർന്നു പിടിച്ച, ഇന്നത്തെ കൊറോണ വൈറസ് പോലെ അന്ന് പടർന്നു പിടിച്ച ഒരു മഹാവ്യാധിയായിരുന്നു പ്ലേഗ് എന്ന് പറയുന്നത്. ആ പ്ലേഗ് ബോണസ് തങ്ങൾക്ക് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ തൊഴിലാളികൾ തങ്ങൾക്ക് ബോണസ് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും തങ്ങളുടെ ജോലി സമയം ഒക്കെ ക്രമീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ തൊഴിലാളികൾ നടത്തിയ സമരത്തിൽ ഗാന്ധിജി പങ്കെടുത്തു. അങ്ങനെ ഗാന്ധിജിയുടെ സത്യവും അഹിംസയും സത്യാഗ്രഹവും അവിടെ വിജയിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഗവൺമെന്റ് പ്ലേഗ് ബോണസ് അനുവദിക്കാൻ നിർബന്ധിതരായി. ഇതും ഗാന്ധിജിയുടെ ആദ്യകാല സമരത്തിന്റെ വിജയമാണ്. മൂന്നാമത്തത് കർഷക സമരമാണ്, ഖേദ സത്യാഗ്രഹ 1918. ഈ സത്യാഗ്രഹത്തിലും ഗാന്ധിജി വിജയം കണ്ടു. കാരണം ഖേദയിലെ കർഷകർ നേരിട്ട പ്രശ്നത്തിലാണ് ഗാന്ധിജി ഇടപെട്ടത്. കാരണം പ്രകൃതി ദുരന്തങ്ങൾ, വരൾച്ച, വെള്ളപ്പൊക്കം മൂലം കർഷകർക്ക് അവരുടെ കൃഷി നഷ്ടപ്പെട്ടു. കർഷകർ തങ്ങൾ നികുതി നൽകില്ല എന്ന് ആവശ്യപ്പെട്ടില്ല ഗവൺമെന്റിനോട്. പകരം ഞങ്ങൾക്ക് നികുതി കുറച്ചു നൽകണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ടാക്സ് റിലാക്സേഷൻ അനുവദിച്ചു കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല. ഈ സമയത്താണ് ഗാന്ധിജി അവിടെ ഇടപെടുന്നത്. ഗാന്ധിജി ജനങ്ങളോട് നികുതി കൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഗവൺമെന്റ് അവസാനം ടാക്സ് റിലാക്സേഷൻ നൽകാൻ നിർബന്ധിതരാവുകയാണ്. അങ്ങനെ ആ സമരവും വിജയമായി. അങ്ങനെ ഗാന്ധിജിയുടെ ഈ 3 സത്യാഗ്രഹങ്ങളും ചെറിയ സത്യാഗ്രഹങ്ങളായിരുന്നു. കാരണം ഈ 3 സത്യാഗ്രഹങ്ങളും ആ ലൊക്കാലിറ്റിയിൽ മാത്രമായി ഒതുങ്ങി നിന്നു. ചമ്പാരൻ സത്യാഗ്രഹ ചമ്പാരനിൽ മാത്രമായി, അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് ആ തൊഴിലാളികളെ മാത്രമായി, ഖേദ സത്യാഗ്രഹ അവിടുത്തെ കർഷകരെ മാത്രമായി ഒതുങ്ങി നിന്നു. എന്നിരുന്നാലും ഈ 3 ചെറിയ സമരങ്ങളും ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം വിജയമാണ് നേടിക്കൊടുത്തത്. അവിടുത്തെ കർഷകർക്കും തൊഴിലാളികൾക്കും എല്ലാം ഇത് വളരെയധികം ഗുണം ചെയ്തു എന്ന് തന്നെ കാണാം. ഈ സമരങ്ങളിൽ നിന്നെല്ലാം ഊറ്റം കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഈ സമരങ്ങളിൽ നയിച്ച നേതൃത്വ പാഠവും കൊണ്ട്, അല്ലെങ്കിൽ ഈ സമരങ്ങളിൽ നിന്ന് അദ്ദേഹം നേടിയ ആ ഒരു സപ്പോർട്ട് കൊണ്ട്, ഒരു ജനപ്രീതി കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി. ഈ ആദ്യകാല സമരങ്ങൾക്ക് ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫലങ്ങളുണ്ട്. കാരണം ഇതുവരെ വരേണ്യവർഗത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ഇന്ത്യയിലെ സാധാരണ ജനങ്ങളിലേക്കും കൊണ്ടുവരാൻ ഗാന്ധിജിക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലമായി നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ സിറ്റി സെൻട്രിക് ആയിരുന്ന, നഗര കേന്ദ്രീകൃതമായിരുന്ന ദേശീയ പ്രസ്ഥാനത്തെ ഒരു ഗ്രാമാന്തരീക്ഷങ്ങളിലേക്ക് കൊണ്ടുവരാനും ഗാന്ധിജിക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ ഗാന്ധിജിയുടെ ആശയങ്ങൾ സത്യം, അഹിംസ, സത്യാഗ്രഹം എന്നിവ ഇന്ത്യയിലെ ഏത് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും ഫോളോ ചെയ്യാവുന്ന രീതിയായിരുന്നു. അതോടൊപ്പം തന്നെ ഗാന്ധിജി ഇന്ത്യയിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വീകാര്യനായ നേതാവായി മാറി. അത് വേറെ ഒന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ ആ ഒരു സമര ആയുധങ്ങൾ കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലികൾ കൊണ്ടാണ്.
അപ്പോൾ ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ചുവട് വെക്കുന്നതിന് മുമ്പ് തന്നെ 1917 ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെട്ടും 1918 അഹമ്മദാബാദിലെ കോട്ടൺ മിൽ സ്ട്രൈക്കിൽ ഇടപെട്ടും 1918 തന്നെ ഖേദയിലെ കർഷക പ്രശ്നത്തിലും ഇടപെട്ടുകൊണ്ട് നേടിയ വിജയം കൈവശം വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ മുഖ്യധാരാ ചരിത്രത്തിലേക്ക് ഇറങ്ങി വരുന്നത്. അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയതും. വ്യക്തികൾ ചരിത്രം സൃഷ്ടിക്കുന്നു, അതുപോലെ തന്നെ ചരിത്രം ചില വ്യക്തികളെയും.